നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ പി ബി രാജേഷ്, അസ്ട്രോളജർ ആൻഡ് ജെം കൺസൾട്ടൻറ്റ്. ഇന്ന് പറയാൻ പോകുന്ന വിഷയം ശനി ദോഷമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എല്ലാവർക്കും എപ്പോഴും കേട്ട് പരിചയം ഏറ്റവും കൂടുതലുള്ളത് ശനി ദോഷത്തെക്കുറിച്ചാണ്. മറ്റ് പല ഗ്രഹങ്ങളുടെയും ദോഷങ്ങളും നല്ലതൊക്കെ വരാറുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭയപ്പെടുന്നത് ശനിയെയാണ്. ഏഴരശനി, കണ്ടകശനി, ശനിദശ, അഷ്ടമശനി, ഇങ്ങനെയൊക്കെ പല ശനികളെക്കുറിച്ചും ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. പല ആൾക്കാരും പരാതി പറയുന്നത് ജനിച്ച കാലം തൊട്ടേ എനിക്ക് ശനിയാണ്, ഈ ശനി തീരില്ലേ എന്ന് പല ജ്യോത്സ്യന്മാരോടും ചോദിക്കാറുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിപ്പീറ്റഡായിട്ട് വരുന്നതാണ്. പനിയും ജലദോഷമൊക്കെ പിടിക്കുന്ന പോലെ ഇടക്കിടക്ക് വരുന്നൊരു സംഭവമാണ് ശനി. ശനി ദശാകാലം ഒരിക്കലും മാത്രമേ വരുള്ളൂ, പക്ഷേ അത് 19 വർഷമായിരിക്കുകയും ചെയ്യും. ചിലർ ജനിക്കുന്നത് ശനി ദശയിലായിരിക്കും. ഇപ്പോൾ ഒരു അനിഴ നക്ഷത്രക്കാരനോ പൂയം നക്ഷത്രക്കാരനൊക്കെ ശനി ദശയിലാണ് ജനിക്കുന്നത്. അപ്പോൾ ജനനാൽ കുറച്ച് മാത്രമേ ചിലപ്പോൾ അവർക്ക് ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഒരാൾക്ക് 19 വർഷത്തിൽ 18 വർഷം ഉണ്ടാവും, ചിലർക്ക് 1 വർഷമായിരിക്കും, ചിലർക്ക് 9 വർഷമായിരിക്കും. അങ്ങനെ വ്യത്യസ്തമായിട്ട് ആ സമയം നക്ഷത്രം എത്ര നാഴിക ചെന്നു എന്നുള്ളത് കണക്കാക്കിക്കൊണ്ട് ദശാകാലങ്ങൾക്ക് വ്യത്യാസം വരും. അതേസമയം അത് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാർക്കെല്ലാം 19 വർഷം, ചിലപ്പോൾ മിഡിൽ ഏജിലൊക്കെ ആണെങ്കിൽ 19 വർഷം വലിയ ബുദ്ധിമുട്ടുകളൊക്കെ മോശം സ്ഥാനത്താണ് ശനി നിൽക്കുന്നതെങ്കിൽ ഉണ്ടാവാം. അതുപോലെ തന്നെ ഈ ചെറുപ്പകാലത്ത് വന്നതുപോലെ തന്നെ ചില ആൾക്കാർക്ക് വാർദ്ധക്യത്തിലായിരിക്കും വരുന്നത്. ഈ വാർദ്ധക്യത്തിൽ ശനി വന്നാലാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുന്നത്. കണ്ടക ശനി ഒരാൾക്ക് 3 പ്രാവശ്യം സ്വാഭാവികമായിട്ടും വരാൻ സാധ്യതയുണ്ട്. 4 പ്രാവശ്യം വരണമെങ്കിൽ 30 വർഷം കൂടുമ്പോഴാണ് 7ാം ഭാവത്തിൽ മാരകസ്ഥാനത്ത് ശനി വരുന്നത്. ആ മാരകസ്ഥാനത്ത് വരുന്ന കണ്ടക ശനി 3 പ്രാവശ്യം വരണമെങ്കിൽ 120 വയസ്സ് വരെ ജീവിച്ചിരിക്കേണ്ടി വരും. അപ്പോൾ അത് സാധ്യത വളരെ അപൂർവമാണല്ലോ. പക്ഷേ എങ്കിലും 3ാമത്തെ പ്രാവശ്യം വരുന്നത് എപ്പോഴും 90ാമത്തെ വയസ്സിൻ്റെ അടുത്തൊക്കെ വരാം. അപ്പോൾ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. ശനി കൊണ്ടേ പോകൂ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് കൂടിയാണ്. ഈ വളരെ വയസ്സാകുമ്പോൾ ശനി വന്നാൽ അത് ചിലപ്പോൾ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്, ആളെ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അല്ലാത്തടത്തോളം കാലം ചെറുപ്പത്തിലേക്ക് വന്നാലൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇപ്പോൾ ശനി ജന്മരാശി, അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ ശനി സഞ്ചരിക്കുന്ന കാലത്തിനാണ് ജന്മശനി എന്ന് പറയുന്നത്. ഈ ജന്മശനി കൂടാതെ തന്നെ 12ലും ജന്മത്തിലും 2ലുമായിട്ട് വരുന്നതിനാണ് ഏഴര ശനി എന്ന് പറയുന്നത്. അത് 7.5 വർഷക്കാലമാണ്. ഇതൊരു ഡൈല്യൂട്ടഡ് ശനിയാണെന്ന് വേണമെങ്കിൽ പറയാം. കണ്ടക ശനിയാണ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ശനി. അത് 2.5 വർഷമാണ്, കുറച്ചുകൂടി കടുപ്പമായിരിക്കും. അത് 4 സഞ്ചരിക്കുന്നത്, 4 എന്ന് പറഞ്ഞാൽ വീട്, വാഹനം, മാതാവ്, ഇതിനൊക്കെ ആയിരിക്കും ബുദ്ധിമുട്ടുണ്ടാവണം. വീട്ടിലെപ്പോഴും പ്രശ്നമായിരിക്കും. കണ്ടക ശനിക്കാരൻ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലെപ്പോഴും എന്തെങ്കിലും പ്രശ്നമായിരിക്കും. അയാൾ വീട്ടിലില്ലെങ്കിൽ കുറച്ച് സമാധാനം ഉണ്ടാവും. നമുക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ തോന്നുന്നത്, നാട് വിട്ട് പോകണം എന്നൊക്കെ തോന്നുന്നത് കണ്ടക ശനിക്കാലത്താണ്. പലരും നാട് വിട്ട് പോവുക, നല്ലതിനായിട്ടും ചീത്തയായിട്ടും നാട് വിട്ട് പോകാം. ജോലി കിട്ടിയിട്ടോ പഠിക്കാനായിട്ടോ ഉപരിപഠനത്തിനൊക്കെ നാട് വിടാം. അങ്ങനെ മാറി നിന്നാൽ കുറേ ദോഷങ്ങൾ മാറും. ചിലവർ മാറേ ഇല്ലെന്ന് പറഞ്ഞിട്ട് നാട്ടിൽ തന്നെ നിൽക്കും. അപ്പോൾ ദുരിതങ്ങൾ കൂടുതലായിട്ട് അനുഭവിക്കേണ്ടി വരും. അമ്മയ്ക്കും പ്രോബ്ലം ഉണ്ടാകാം, വീടിന് പ്രോബ്ലം ഉണ്ടാകും, വീടിന് ചിലപ്പോൾ കേസ് വരാം, ജപ്തി വരാം, അല്ലെങ്കിൽ വീടിന് റിപ്പയർ വരാം. അങ്ങനെയൊക്കെ പല ബുദ്ധിമുട്ടുകളും വീടുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരാം. ഇത് 4ാം ഭാവത്തിൽ നിൽക്കുമ്പോഴാണ്. 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, പങ്കാളി ഒക്കെ ചിന്തിക്കുന്ന സ്ഥാനമാണ്. ഈ 7ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. വഴക്കുണ്ടാവാനും കലഹിച്ച് പിരിയാനൊക്കെ സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് കോൺഫ്ലിക്റ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ആ സമയങ്ങളിൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ 7ാം ഭാവത്തിലെ കണ്ടക ശനിക്ക്. പിന്നെ 10ൽ വരുന്ന ഇതുണ്ട്. 10 എന്ന് പറഞ്ഞാൽ തൊഴിലിൻ്റെ സ്ഥാനമാണ്. തൊഴിലിനെ മാത്രമേ ബാധിക്കുള്ളൂ. ഫാമിലി ലൈഫിനെ അല്ലെങ്കിൽ വേറെ ഒരു കാര്യങ്ങൾ അത് ഡയറക്റ്റായിട്ട് ബാധിക്കില്ല, ഇൻഡയറക്റ്റായിട്ട് ബാധിക്കും. കാരണം ജോലി പോയി കഴിഞ്ഞാൽ വരുമാനം ഉണ്ടാവില്ല, മൊത്തം കാര്യങ്ങൾ പ്രശ്നമാവും. അപ്പോൾ ഏത് ഭാവത്തിലാണ് ശനി വരുന്നത് എന്നുള്ളതനുസരിച്ചിട്ട് കണ്ടക ശനിയുടെ ഫലങ്ങൾക്കും സ്വഭാവത്തിനും എല്ലാം വ്യത്യാസം ഉണ്ടാവും. ഈ ഏഴര ശനിയോ കണ്ടക ശനിയോ വരുന്ന സമയത്ത് ഒരു ജോലി ഓഫർ വിദേശത്തു നിന്ന് വന്നു, അല്ലെങ്കിൽ ഒരു ഹയർ സ്റ്റഡീസിനുള്ളൊരു പോസിബിലിറ്റി വന്നു. അപ്പോൾ അങ്ങനെ മാറി കുറച്ച് കാലം മാറിയൊക്കെ ഒന്നിനും പറ്റുന്നില്ലെങ്കിൽ ശബരിമലക്കെങ്കിലും പോവുക, ഒരു ദിവസം മലയിൽ താമസിക്കുക. ശനിയുടെ ഒരു പ്രത്യേകത വനവാസം. വനത്തിൽ പോയി താമസിക്കുക. നമ്മൾ തീർത്ഥയാത്രയായി പുണ്യകർമ്മമായി ശനിയുടെ ദോഷങ്ങൾ മാറുകയും ചെയ്യും. ശബരിമലക്ക് പോയ ശനിദോഷം മാറുമെന്ന് പറയുന്നതിൻ്റെ വേറൊരു ആംഗിൾ ഇതാണ്. നമ്മൾ വനത്തിൽ പോയി താമസിക്കുക. മൂകാംബിയെ പോയി താമസിച്ചാലും മതി. മൂകാംബിയ ഒരു മലയാണ്,
ഒരു വനവുമാണ്. അപ്പോൾ മൂകാംബികയിൽ പോയി താമസിച്ചാലും നമ്മൾ ഒറ്റയ്ക്ക് പോകണം, ഫാമിലി ആയിട്ട് പോകരുത്. എല്ലാവരും കൂടി കുടുംബമായിട്ട് ടൂറ് പോയി കഴിഞ്ഞാൽ ദുരിതം മാറാൻ പോകുന്നില്ല. കാരണം ഈ വീട്ടുകാരെ വിട്ട് നിൽക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ടും കൂടി അനുഭവിക്കണം. എല്ലാം ചായ ചോദിക്കുമ്പോൾ തരാനായിട്ട് ഒരു ഭാര്യ കൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. നമ്മൾ തന്നെ കടയിൽ പോയിട്ട് ചായ മേടിച്ച് കുടിച്ച് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പിരിഞ്ഞിരുന്ന് ആ ആളുടെ ഒരു ഇല്ലായ്മ അല്ലെങ്കിൽ സപ്പോർട്ടില്ലാത്ത ഒരു ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അതെല്ലാം നമ്മൾ നേരിട്ട് അനുഭവിക്കാൻ ഉള്ള ഒരു യോഗമാണ് ആ സമയത്തുള്ളത്. അതെല്ലാം അനുഭവിച്ച് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇഷ്ടത്തിന് അത് മാറ്റിയെടുത്തിട്ട് ഗുണകരമായിട്ട് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ വലിയ പ്രോബ്ലം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇതാണ് ഏഴര ശനിക്കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന പൊതു ദോഷങ്ങൾ. ഈ ഏഴര ശനിയുടെ ദോഷത്തിന് പരിഹാരമായിട്ട് ശനിഗ്രഹത്തിന് കറുപ്പ് വസ്ത്രം ചാർത്താം, ശനിയാഴ്ച വ്രതം എടുക്കാം, ശനിഗ്രഹത്തിന് അർച്ചന നടത്താം, കാക്കക്ക് ചോറ് കൊടുക്കാം. കാക്കക്ക് ചോറ് കൊടുക്കുമ്പോൾ എള്ളും കൂടി ചേർത്ത് കൊടുക്കണം. എള്ള് ദാനം കൊടുക്കാം, എള്ള് കഴിക്കാം, എള്ള് പായസം നേദിക്കാം, എള്ള് തിരി കത്തിക്കാം. അങ്ങനെ പല കാര്യങ്ങളും ശനിയായിട്ട് ബന്ധപ്പെട്ട് ഹനുമാന് വഴിപാട് കഴിക്കാം, ശാസ്താവിന് വഴിപാട് കഴിക്കാം. ഇങ്ങനെയെല്ലാം നമുക്ക് ദേവന്മാർക്കായിട്ടും ഗ്രഹങ്ങൾക്കുമായിട്ടും എല്ലാം പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ്. അതെല്ലാം ചെയ്യുന്നത് ദോഷങ്ങൾക്ക് പരിഹാരമാവും. ശനിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാരണവശാലും ഇന്ദ്രനിലം ധരിക്കരുത്. ജാതകത്തിൽ ശനി അനിഷ്ട സ്ഥാനത്തോ ദുരിത സ്ഥാനത്തോ ഒക്കെ ആണെങ്കിൽ അത് ധരിച്ചാൽ ദുരിതം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ശത്രു വീക്കാണെന്ന് പറഞ്ഞിട്ട് ശത്രുവിനെ ബലപ്പെടുത്തി കഴിഞ്ഞാൽ അത് നമ്മളെ ഉപദ്രവിക്കുകയല്ലേ ചെയ്യുന്നത്. പാമ്പന് പാല് കൊടുത്തതെന്ന് പറഞ്ഞ പോലെ ആയിപ്പോവും. പലപ്പോഴും ഏഴര ശനിയാണ് പല ആൾക്കാരും, പ്രത്യേകിച്ച് ഞാൻ ആ വിഭാഗത്തിനെ ഒന്നും പറയുന്നില്ല, ചില ആൾക്കാർ അല്ലെങ്കിൽ ചില വിഭാഗക്കാർ പെട്ടെന്ന് കേട്ടപടി തന്നെ അങ്ങ് ധരിക്കും ഇന്ദ്രനീലം, അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യും. അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറ്റാത്തതായിരിക്കും. ജാതകത്തിൽ ശനി സൂര്യനും ദൃഷ്ടിയുണ്ടെങ്കിൽ ശനി ഇരുട്ടും സൂര്യൻ വെളിച്ചമാണ്, അല്ലെങ്കിൽ സൂര്യൻ ഹൃദയത്തിൻ്റെ കാരകനാണ്, അതിൻ്റെ ശത്രുവായിട്ടുള്ള ഗ്രഹമാണ് ശനി. അപ്പോൾ ശനിയുടെ രത്നം ധരിച്ചു കഴിഞ്ഞാൽ അത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ചെറിയ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ശനി ദോഷം എന്ന് പറഞ്ഞിട്ട് സ്വയം ചികിത്സിക്കരുത്. ഇൻ്റർനെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശനിയുടെ ദോഷത്തിന് ഇന്ദ്രനിലം ധരിക്കാൻ പറയും, ആൻസർ കിട്ടും. നിങ്ങളുടെ ജാതകത്തിന് പറ്റുമോ എന്ന് അതിനകത്ത് പറയുന്നില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് നക്ഷത്രം വെച്ചിട്ടും പല ആൾക്കാരും പൂയം നക്ഷത്രമാണ് ശനിയുടെ ശനിയുടെ ഇതിലാണ് വരുന്നത്, അതുകൊണ്ട് ഇന്ദ്രനിലം ധരിക്കാമെന്നൊക്കെ വിചാരിക്കാറുണ്ട്. അതൊക്കെ കുഴപ്പം വരുത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശനി ദോഷ പരിഹാരങ്ങൾ ചെയ്യുമ്പോഴും നല്ലൊരു ജ്യോത്സ്യനെ കണ്ട് ഉപദേശം സ്വീകരിച്ച ശേഷം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ശനിയുടെ മറ്റൊരു പേരാണ് മന്ദൻ എന്നുള്ളത്. ആ കഥ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ശനിയുടെ കാല് പോയ കഥയും രാവണൻ വെട്ടിയ കഥയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ശനി മന്ദഗതിയിൽ സഞ്ചരിക്കുന്ന ഒരു പ്ലാനറ്റാണ്. അതുകൊണ്ടാണ് അതിനെ മന്ദൻ എന്ന് പറയുന്നത്. അതായത് ഒരു രാശി കടക്കാനായിട്ട് 2.5 വർഷമാണ് ശനി എടുക്കുന്നത്. സൂര്യൻ ഒരു മാസം കൊണ്ട് ഒരു രാശി കടന്നു പോകുമ്പോൾ ചന്ദ്രൻ 2.25 നക്ഷത്ര സമയം കൊണ്ടാണ് ഒരു രാശി കടന്നു പോകുന്നത്. അതുപോലെ പ്ലാനറ്റ്സ് എല്ലാം വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുമ്പോൾ ഏറ്റവും ഡിലേ വ്യാഴമാണെങ്കിൽ 1 വർഷം കൊണ്ടാണ് ഒരു രാശി കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഒരു 12 വർഷത്തിൽ വ്യാഴം കടന്നു പോകുന്ന കാലഘട്ടത്തിനാണ് വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നത്. അതുപോലെ ശനി 12 രാശിയിലും 2.5 വർഷം വീതം സമയമെടുത്തിട്ടാണ് റൊട്ടേറ്റ് ചെയ്ത് വരുന്നത്. അതുകൊണ്ടാണ് ശനീനെ മന്ദൻ എന്ന് പറയുന്നത്. ശനിയുടെ സ്വഭാവം പൊക്കം കുറഞ്ഞ ആളായിട്ടാണ് ശനിയെ കണക്കാക്കുന്നത്. പൊക്കം കുറഞ്ഞ് കറുത്തിട്ട് മുടന്തുള്ള ഒരാളെയാണ് ശനിയായിട്ട് സങ്കല്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ശനിയുടെ സ്വാധീനം കൂടുതലുള്ള ആൾക്കാർക്ക് അത്തരം ലക്ഷണങ്ങളൊക്കെ പറയും. പ്രശ്നത്തിലൊക്കെ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ശത്രുവായിട്ട് ഒരാളുണ്ടെങ്കിൽ ഇതിനകത്ത് കാണുന്നത് ശനിയാണെങ്കിൽ ആ ലക്ഷണങ്ങളായിരിക്കും പറയുന്നത്. കറുത്ത ആളായിരിക്കാം, പൊക്കം കുറഞ്ഞ ആളായിരിക്കാം, മുടന്തുള്ള ആളായിരിക്കാം എന്നൊക്കെ ജ്യോത്സ്യന്മാർ പറയാറില്ലേ. അതെല്ലാം ഈ ശനിയെ കൊണ്ട് ആണ് പറയുന്നത്. അപ്പം ശനിയെ ഓരോ പ്ലാനറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ആളുടെ പൊക്കം, നിറം, വണ്ണം, സൗന്ദര്യം എല്ലാം സൂചിപ്പിക്കാൻ പറ്റും. ശനിയെ കൊണ്ട് ഇങ്ങനെയാണ് പറയുന്നത്. ശനിയുടെ ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. കോട്ടയത്തും ചെന്നിത്തല അടുത്തൊക്കെ ക്ഷേത്രങ്ങളുണ്ട്. 2-3 ക്ഷേത്രങ്ങൾ കേരളത്തിൽ തന്നെ ശനി ഗ്രഹങ്ങൾക്കുണ്ട്. പിന്നെ കുംഭകോണത്ത് പ്രസിദ്ധമായ ശനി ക്ഷേത്രമുണ്ട്. തിരുനള്ളാർ എന്ന് പറഞ്ഞിട്ട് ശനീശ്വര ക്ഷേത്രം തമിഴ്നാട്ടിലുണ്ട്. സാക്ഷാൽ നളൻ ശനിദോഷ പരിഹാരമായിട്ട് ഈ ക്ഷേത്രത്തിൽ പോയി ഭജന വരുന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് തിരിച്ച് രാജാധികാരമൊക്കെ കിട്ടി തിരിച്ച് രാജാവായി തീർന്നതെന്നാണ് ഐതിഹ്യം പറയുന്നത്. ശനി നളന് ബാധിച്ചൊരു കഥ പോലുമുണ്ട്. അത് അദ്ദേഹം കാല് വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഉപ്പൂറ്റി കഴുകാൻ മറന്നുപോയെന്നും ഉപ്പൂറ്റിയിൽ വെള്ളം വീഴാത്തതുകൊണ്ട് ശനി
തക്കം പാത്തിരുന്ന ശനി ഉപ്പൂറ്റിയിലൂടെ പ്രവേശിച്ചു എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. അങ്ങനെ നമുക്ക് സമയദോഷം വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ല, വഴിപാടുകളും പ്രാർത്ഥനകളും ശരീരശുദ്ധി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ആ തക്കത്തിൽ നമുക്ക് ബോഡി വീക്കായിരിക്കുമ്പോൾ അസുഖം ബാധിക്കുന്നില്ലേ, അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരാളെ പെട്ടെന്ന് അസുഖം ബാധിക്കത്തില്ല. പക്ഷേ ഡയറക്റ്റായിട്ട് വല്ല ഇഞ്ചക്ഷൻ എടുക്കുകയോ അല്ലെങ്കിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ബാധിക്കാം, അല്ലാത്ത രീതിയിൽ പെട്ടെന്നൊന്നും ബാധിക്കത്തില്ല. അപ്പോൾ പാമ്പ് കടിച്ച എത്ര ഹെൽത്തി ആയിട്ടുള്ള ആളെയും മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ നോർമൽ ജലദോഷം, പനി അങ്ങനെയൊക്കെയുള്ള പകർച്ചവ്യാധികളൊന്നും പെട്ടെന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരാളെ ബാധിക്കാൻ സാധ്യത കുറവാണ്. വീക്കായിട്ടുള്ള ആളെ പെട്ടെന്ന് ബാധിക്കും. അതേപോലെ തന്നെയാണ് ഗ്രഹങ്ങളുടെ ദോഷങ്ങളും. നമ്മൾ പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ, നേർച്ചകളൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഈ പറഞ്ഞ പോലെ ശബരിമല ദർശനമൊക്കെ നടത്തുകയാണെങ്കിൽ ദോഷങ്ങൾ കുറഞ്ഞിരിക്കുകയും ചെയ്യും.